ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. രാവിലെ തന്നെ ഇവിടുത്തെ വെജിറ്റബിൾ ഗാർഡനിൽ പിടിച്ച ചീര എടുത്തിട്ട് വന്ന് കിച്ചണിൽ വെച്ചു. അപ്പോഴാണ് എൻ്റെ അനിയൻ സ്കൂളിൽ പോകുന്നത് കണ്ടത്. അവനിങ്ങനെ സ്കൂളിൽ പോകുന്നത് ഞാൻ അങ്ങനെയൊന്നും കാണാറില്ല. ഇന്ന് ഞാൻ ലേറ്റായിട്ടാണ് കോളേജിലോട്ട് പോകാൻ ഇറങ്ങിയത്. അങ്ങനെ ബസ് കിട്ടി, കോളേജിലെത്തി. ബ്രേക്ക് ആയപ്പോഴത്തേക്കും ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ലൈബ്രറി വരെ ഒന്ന് പോയി. എക്സാം ഡിക്ലെയർ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഫുൾ ടെൻഷനാട്ടോ. അങ്ങനെ അവിടെ ചെന്ന് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി ഉച്ചയായപ്പോഴത്തേക്ക് വീട്ടിൽ വന്നപ്പോഴാണ് അമ്മമ്മൻ്റെ വീട്ടിലോട്ട് പോകാൻ പോകുന്നതെന്ന് അറിഞ്ഞത്. ഇത് ഞങ്ങളുടെ വീട്ടിലെ കറി ലീഫ് മരം കേട്ടോ. അതിനകത്തുനിന്ന് കുറച്ച് കറി ലീവ്സൊക്കെ പ്ലക്ക് ചെയ്ത് അനിയനും ഞാനും അച്ഛനും കൂടി അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങി. അമ്മമ്മ ഇവിടെ കാര്യമായിട്ട് ഞങ്ങൾക്ക് എന്തൊക്കെയോ എടുത്തു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാം അങ്ങോട്ട് പോകാനായിട്ട് റെഡി ആയത്. അമ്മമ്മേൻ്റെ വീട്ടിലോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ മെയിനായിട്ട് ഓർമ്മ വരുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഫീൽഡ്. ഞങ്ങളുടെ അവിടെ ഒന്നും ഇങ്ങനെയുള്ള ഫീൽഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. അതോ ഞാൻ വെളിയിലോട്ട് പോകാനിട്ടാണോ എന്നറിയത്തില്ല. അമ്മയൊക്കെ ഇങ്ങനെയുള്ള പാടത്തിലൂടെയും പറമ്പിലൂടെയൊക്കെ നടന്ന് ഓടിച്ചാടി കളിച്ചൊക്കെയാണ് സ്കൂളിലും കോളേജിലൊക്കെ പോയിട്ടുണ്ടായിരുന്നേന്ന് പറയാറുണ്ട്. പക്ഷേ എനിക്കതിനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായിട്ടില്ല. എങ്ങനെയൊക്കെ സ്കൂൾ ബസ്സിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സിൽ തിങ്ങി നിറഞ്ഞാണ് പോവാറ്. അത് ഓർക്കുമ്പോൾ തന്നെ സ്കൂളിൽ പോകുന്നത് ഇഷ്ടമില്ല. അങ്ങനെ ഫൈനലി ഞാനും എൻ്റെ അനിയനും അമ്മമ്മേൻ്റെ വീട്ടിലെത്തി. ഇവിടെയാണെങ്കിൽ കുറേ മരങ്ങളും പ്ലാന്റ്സൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിൽ അതൊന്നും ഇല്ല കേട്ടോ. എനിക്കാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ മരങ്ങളും ചെടികളും ഒക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അമ്മമ്മ എടുത്തു നോക്കി. അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തന്നില്ലെങ്കിൽ പുള്ളിക്കാരിക്ക് ഭയങ്കര വിഷമമാണ്. അങ്ങനെ ഞങ്ങൾക്ക് ചായ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ അങ്ങനെ ചായ കുടിക്കുന്ന ആളേ അല്ല, പക്ഷേ എടുത്തോളാൻ പറഞ്ഞു. ഇതാണ് എൻ്റെ അമ്മമ്മേൻ്റെ സ്പെഷ്യൽ ചായ. അവിടെ ചെന്നിട്ട് ഞങ്ങളൊന്നും കഴിക്കാണ്ടും കുടിക്കാണ്ടും തിരിച്ചു വന്നു കഴിഞ്ഞാൽ അമ്മമ്മയ്ക്കത് വല്ലാണ്ട് വിഷമാവും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ മെയിൻ പരിപാടി അവിടുത്തെ മരങ്ങളും ചെടികളൊക്കെ നോക്കി നിൽക്കുക എന്നുള്ളതാണ്. അവിടുത്തെ ചെടിയിലെ പൂവൊക്കെ പിച്ചി അമ്മമ്മ വിളക്ക് കത്തിക്കുന്നിടത്ത് വെക്കുന്നത് ഒരു പതിവാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വല്ലാത്തൊരു വിഷമമാണ്. അടുത്താണെങ്കിലും നീ എന്നങ്ങോട്ട് ചെല്ലും എന്നറിയില്ലല്ലോ. പിന്നെ അമ്മമ്മയാണെങ്കിൽ അവിടുന്ന് വരെയില്ല. വിളക്ക് കത്തിക്കണം, അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കും. അല്ലെങ്കിൽ അമ്പലത്തിൽ പോകണമെന്ന് പറയും. വീട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ഓർത്തത്. അമ്മമ്മ അവിടെ വെച്ചിട്ട് എനിക്ക് 200 രൂപ തന്നിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒന്ന് തന്നില്ലെങ്കിൽ ആൾക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ല. തരുമ്പോൾ ആൾ പ്രത്യേകം പറയും ഇത് രണ്ടാൾക്കും ഉള്ളതാണ് എന്ന്. ഈ ഒരു ചെറിയ വിസിറ്റായിരുന്നു ഇന്നത്തെ ദിവസത്തെ എൻ്റെ ഹാപ്പിനെസ്. സോ അണ്ടിൽ വി മീറ്റ് അഗെയിൻ, ബൈ ബൈ.